ക്വിസ് കോർണറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട മാതൃകാ ചോദ്യങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണിത്. ആദ്യത്തെ ഭാഗത്തിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ. ഒന്നാമത്തെ ചോദ്യം, ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ടോംസ്. ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? പാരായണം ചെയ്യപ്പെടേണ്ടത്. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണമേത്? കോട്ടയം. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? വള്ളത്തോൾ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത രചിച്ചത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കേരളത്തിൽ ആരംഭിച്ച കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കാസർഗോഡ്. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാൻ. One best book is equal to 100 good friends, but one good friend is equal to a library. ഇതാരുടെ വാക്കുകൾ? APJ അബ്ദുൽ കലാം. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? തകഴി. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മയ്യഴിയുടെ കഥാകാരൻ? എം മുകുന്ദൻ. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്? ചെറുശ്ശേരി. നിളയുടെ കഥാകാരൻ? MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത്? P കുഞ്ഞിരാമൻ നായർ. തൂലിക പടവാളാക്കിയ കവി? വയലാർ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏത്? വാസനാവികൃതി. 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? EMS നമ്പൂതിരിപ്പാട്. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം ഏതാണ്? പാട്ടബാക്കി. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത്? ഗീതാഞ്ജലി. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. ആട്ടക്കഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ സാഹിത്യരൂപം ഏത്? ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? വീണപൂവ്. മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇത് ആരുടെ വരികൾ? സഹോദരൻ അയ്യപ്പൻ. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ജ്ഞാനപ്പാനയുടെ കർത്താവാര്? പൂന്താനം. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് ആര്? PK നാരായണപിള്ള. ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം? ബാപ്പുജി.
മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏത്? വർത്തമാന പുസ്തകം. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? രവീന്ദ്രനാഥ ടാഗോർ. മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവാര്? ചെറുകാട്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ബാലാമണിയമ്മ. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത്? ഓടക്കുഴൽ. നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? മാധവിക്കുട്ടി. മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് ഏത്? രാമചരിതം. മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവാര്? ഒ ചന്തുമേനോൻ. 1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ? സർദാർ കെ.എം. പണിക്കർ. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത്? ജ്ഞാനപീഠം. കേരള ഗ്രന്ഥശാല ദിനം എന്ന്? സെപ്റ്റംബർ 14. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ തുഞ്ചൻ പറമ്പ്. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെ? ജൂൺ 25 വരെ. അല്ലമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമേത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഭക്തകവി? പൂന്താനം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്? ശാന്തി പ്രസാദ് ജെയിൻ. എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? 6. കേരള പാണിനി എന്നറിയപ്പെടുന്നത്? എ.ആർ. രാജരാജവർമ്മ.